ഇന്നലെ നമ്മുടെ KKR ചെന്നൈയും തമ്മിൽ ഒരു മാച്ച് നടന്നു. ആ ഒരു മാച്ച് നമ്മളെല്ലാവരും കണ്ടൊരു മാച്ച് തന്നെയാണ്. ഈ ഒരു മാച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അനായാസമായിട്ടാണ് വിജയിച്ചത്. നമുക്കറിയാം KKRന് അവരുടെ ബാറ്റിങ്ങിൽ വലിയ കുഴപ്പം തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് ആൻഡ്രേ റസൽ പോലുള്ള വലിയ താരങ്ങളൊന്നും കളിക്കുന്നില്ല. അതുപോലെ അവരുടെ ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ പാളിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെങ്കിലും ബാറ്റ് ചെയ്ത് സുനിൽ നരേനും അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറുമാണ്. ശ്രേയസ് അയ്യർ വലിയ ഹിറ്റൊന്നും ഇന്നലത്തെ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് വലിയ ഹിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ഔട്ടായി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ബട്ട് ആ ഒരു മാച്ചിനെ കുറച്ച് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രേയസ് അയ്യറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും തോൽവി അവരുടെ ബാറ്റിങ്ങിലുണ്ടായ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, തുഷാർ ദേശ്പാണ്ഡെ അവരുടെയൊക്കെ മികച്ച ബോളിംഗ് പെർഫോമൻസ് രണ്ടുപേരും, അതായത് രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് എടുത്തു, അതുപോലെ തുഷാർ ദേശ്പാണ്ഡെ 3 വിക്കറ്റ് എടുത്തു. വളരെ മികച്ച പ്രകടനമായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. ഇതൊന്നുമല്ല നമ്മൾ പറയാമെന്ന കാര്യം എന്ന് പറയുന്നത് ആൻഡ്രേ റസൽ, MS ധോണി ഇവർ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ്. നമുക്കറിയാം MS ധോണി എപ്പോൾ ബാറ്റിംഗ് ചെയ്യാൻ വന്നാലും അല്ലെങ്കിൽ ആ ഒരു ബിഗ് സ്ക്രീനിൽ MS ധോണിയുടെ മുഖം എപ്പോഴൊക്കെ തെളിയുന്നുണ്ടോ അപ്പോഴെല്ലാം ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശബ്ദം എത്രത്തോളമാണെന്ന്. പ്രത്യേകിച്ച് അദ്ദേഹം ബാറ്റിങ്ങിൽ വരുന്നിടത്ത് അത് കുറച്ച് കൂലാണ്, ആ ഒരു വോയിസ് കുറച്ച് കൂലാണ്. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് ഒരു അവസരം കിട്ടി. അപ്പോൾ ഉണ്ടായ വോയിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ആൻഡ്രേ റസലിൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അദ്ദേഹം ചെവി കൈകൊണ്ട് പൊത്തിയിരിക്കുകയാണ്. അത്രത്തോളമാണ് MS ധോണി ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എവിടെ പോയാലും ഫാൻസാണ്. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ എവിടെ കളിച്ചാലും ഇത് തന്നെയാണ്. അദ്ദേഹം ഇറങ്ങുമ്പോൾ ഉള്ള ശബ്ദം എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ട് എന്നൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇന്ത്യക്ക് നേടിക്കൊടുത്ത കിരീടങ്ങൾ കൊണ്ട് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.